ഭാഗമെങ്കിൽ മൂന്നിലൊന്നിൽ അതിലും മുകളിൽ ലഭിക്കുന്ന കൊല്ലം പരപ്പ് എന്ന് പറയുന്ന പ്രദേശത്താണ് ആദ്യമായി കടൽ മണൽ ഖനനം ആരംഭിക്കാൻ പോകുന്നത്. ഇവിടെ നമുക്ക് കാണേണ്ട ഒരു കാര്യം, മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരം സ്ഥലങ്ങൾ കണ്ടെത്തിയെങ്കിൽ എന്തുകൊണ്ടാണ് കൊല്ലം പരപ്പിൽ ആദ്യമായി ഖനനം ആരംഭിക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി നോക്കിക്കാണേണ്ട ഒരു കാര്യം. ഇവിടെയാണ് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ അദാനി അംബാനിമാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, കോർപ്പറേറ്റുകളുടെ താല്പര്യത്തിന്റെ സംരക്ഷണാർത്ഥം എപ്പോഴും അവരുടെ ഉറ്റ ചങ്ങാതിയായി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ സർക്കാർ അവരെ പ്രീതിപ്പെടുത്താൻ അവരുടെ ആഗ്രഹങ്ങൾ അനുസൃതമായി അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ എപ്പോഴും നിതാന്ത ജാഗ്രത പുലർത്തുന്ന നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അവരുടെ ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നടന്നു എന്നുള്ളതിന് ഉത്തമ തെളിവാണ് കൊല്ലം പരപ്പ് എന്ന് പറയുന്ന ഈ പ്രദേശം ആദ്യമായി കടൽമണൽ ഖനനം എന്നുള്ള അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് ഈ മേഖലയെ കൊണ്ട് ഞാൻ എത്തിച്ചേരുന്നത് എന്ന് വേണം നമ്മൾ ആദ്യമായി കാണുന്നത്. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവരൊക്കെ പ്രചരിപ്പിക്കുന്ന പോലെ വെറും മണൽ ഖനനമല്ല. മണൽ ഖനനത്തിനപ്പുറം മാംഗനീസും ഇൽമനൈറ്റും ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രദേശത്ത് നമ്മുടെ രാജ്യത്ത് ലഭിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന സ്ഥലം അത് കൊല്ലം പരപ്പ് എന്നറിയപ്പെടുന്ന ഈ പറയപ്പെടുന്ന പ്രദേശം, അമ്പലപ്പുഴ മുതൽ തെക്കോട്ട് വർക്കല വരെയുള്ള പ്രദേശം. അപ്പോൾ ആ പ്രദേശമാണ് ആദ്യമായി കണ്ടെത്തുന്നത് എന്നുള്ളതിൻ്റെ ഉദ്ദേശം തന്നെ മണൽ ഖനനം എന്നുള്ളതിനേക്കാൾ ഉപരി ഈ കോർപ്പറേറ്റുകൾക്ക് ധാതു ലവണങ്ങൾ കൊള്ള ചെയ്യാൻ വേണ്ടിയുള്ള അനുവാദത്തിൻ്റെ കൂടി ഭാഗമാണ്, അവരുടെ താല്പര്യത്തിൻ്റെ കൂടി ഭാഗമാണ്. ഇവിടെ നമ്മൾ നേരിടുന്ന വലിയ പ്രതിസന്ധി, ഈ മണൽ ഖനനം നമ്മുടെ ഈ പ്രദേശത്ത് ആരംഭിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഈ പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള സ്ഥലം. പ്രത്യേകിച്ച് ചെമ്മീൻ, മത്തി, അയില തുടങ്ങിയ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മത്സ്യങ്ങൾ, ആ മത്സ്യസമ്പത്ത് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്ത് നിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ മണൽ ഖനനം ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കാണേണ്ട ഒരു കാര്യം, ഏതാണ്ട് 6 അടി വരെ ചെളി കൊണ്ട് കടലിൽ കഴിയും. ആ ചെളി മാറ്റിയിട്ട് വേണം മണൽ എടുക്കേണ്ടി. അപ്പോൾ സ്വാഭാവികമായി ഈ ചെളി മാറ്റി കഴിയും കടലിൻ്റെ അടിത്തട്ടിൽ വല്ലാതെ കലക്കുന്നുണ്ട്. ആ കലക്കൽ നമുക്കറിയാം, ഇവർ പറയുന്ന പോലെ 12 നോട്ടിക്കൽ മൈൽ അകലമല്ലേ ഈ ഇത് നടക്കാൻ പോകുന്നത്, നിങ്ങൾ ഇതിനാ ഭയപ്പെടുന്നത് എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടി കൂടിയാണ് ആ മറുപടി. കാരണം അങ്ങനെ കടൽ കലങ്ങിയാൽ ഈ 12 നോട്ടിക്കൽ മൈൽ അടുത്തേക്ക് സ്വാഭാവികമായിട്ട് ഈ കലക്കൽ വരികയും ഒപ്പം തന്നെ ഈ മണ്ണെടുക്കുന്ന അതേ സാഹചര്യത്തിൽ തന്നെ ഇവിടെ നിന്നുള്ള മണ്ണ് തിരികെ പോവുകയും ചെയ്യുന്ന 2 പ്രതിഭാസങ്ങൾ ഒരേപോലെയുണ്ട്. ഒന്ന്, നമ്മുടെ തീരപ്രദേശത്ത് നിന്ന് മണ്ണ് അങ്ങോട്ട് ഒഴുകും, അവിടെ നിന്ന് ഇങ്ങോട്ട് ചെളി ഇങ്ങോട്ട് കണ്ടവാനം ഇങ്ങോട്ട് വരുമ്പോൾ ആ കലക്കലിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് മത്സ്യത്തിൻ്റെ പ്രജനനം, മത്സ്യത്തിൻ്റെ നിലനിൽപ്പ് അത് തന്നെ ആപത്തിലാകുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെ വന്നാൽ മത്സ്യപ്രജനനം നടക്കുന്നില്ല.